ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളി ഏരിയയിൽ ഗോദാവരി സ്ട്രീറ്റിൽ ഒരു 2 നില വീടുണ്ടായിരുന്നു. ആ വീട്ടിലാണ് ദൊരൈസ്വാമിയും ആളുടെ മകളായിട്ടുള്ള ഹരിതയും താമസിച്ചിരുന്നത്. ദൊരൈസ്വാമിക്ക് ഏകദേശം 60 വയസ്സിന് മേലെ പ്രായമുണ്ട്. ആൾ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഹരിതയ്ക്ക് ഒരു 24 വയസ്സ് പ്രായമുണ്ട്. BEd ഒക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഹരിതയുടെ അമ്മയായിട്ടുള്ള ലത ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുൻപായിരുന്നു മരണപ്പെട്ടത്. രോഗവും കാര്യങ്ങളൊക്കെ കാരണം മരിച്ചു പോയതായിരുന്നു. അതിനുശേഷം അവരുടെ ജീവിതം ഒരുപാടധികം വേദനകളിലൂടെയും വിഷമങ്ങളിലൂടെയൊക്കെ ആയിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നിരുന്നത്. അതായത് ഇവർ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോവുക, അതുപോലെ തന്നെ മകളോട് ഇവർക്ക് രണ്ടുപേർക്കും നല്ല സ്നേഹമായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു സന്തുഷ്ട കുടുംബമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ ലത മരണപ്പെടുന്നതും പിന്നീട് ഇവർ രണ്ടുപേരും തനിച്ചാകുന്നതും. എന്നാൽ അതിനുശേഷം പിന്നെയും ഒരുപാടധികം പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ഇതിനൊക്കെ പ്രധാന കാരണം ഹരിത തന്നെയായിരുന്നു. ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റിസിൻ ദിസ് സൈഡ്. ഈ ഹരിതയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു. അപ്പോൾ വീട് 2 നിലയുണ്ടല്ലോ, മുകളിലത്തെ നിലയിലോട്ട് തനിക്ക് മാറണം എന്നുള്ളൊരു കാര്യം അച്ഛൻ്റെ അടുത്ത് ഹരിത പറയാണ്. കുറേ നാളായി താഴെ കിടക്കുന്ന ഒരു ചേഞ്ച് വേണം, അതുകൊണ്ട് മുകളിലത്തെ മുറി സെറ്റാക്കി കൊടുക്കണം എന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ മുകളിലത്തെ മുറിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ദൊരൈസ്വാമി രാവിലെ ജോലിക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി വീട്ടിൽ തനിച്ചാണ്. ആ ഒരു സമയത്ത് കാമുകൻ വീട്ടിലോട്ട് വരുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ആ ലൈഫ് അങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം സംഭവിക്കുകയാണ്. ഒരു ദിവസം രാത്രി ദൊരൈസ്വാമി താഴെ തൻ്റെ മുറിയിൽ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ തൻ്റെ മകളുടെ മുറിയിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് വരുന്നതായിട്ട് അയാൾ ശ്രദ്ധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അയാൾ പതിയെ മുകളിൽ ചെന്ന് നോക്കി. അപ്പോൾ മകളുടെ മുറിയിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അയാൾ ഡോറ് നോക്ക് ചെയ്തു. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. കാരണം ആ ഒരു സമയത്ത് ഹരിതയും കാമുകനും മുറിയുടെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായപ്പോൾ ഹരിത ആദ്യം തന്നെ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കാമുകനെ ഒളിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കാമുകനെ ആ റൂമിലത്തെ ടോയ്ലറ്റിൽ ഒളിപ്പിച്ചു. അതിനുശേഷം ഹരിത ഡോറ് തുറന്നു. അപ്പോൾ അച്ഛൻ ചോദിച്ചു ആരാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് ചോദിച്ചു. അങ്ങനെ അവർ തമ്മിൽ പ്രശ്നമാവുകയാണ്. അച്ഛനാണെന്നുണ്ടെങ്കിൽ ആ മുറി മുഴുവൻ അരിച്ചു പറക്കി കട്ടിലിൻ്റെ അടിയിൽ നോക്കി. അങ്ങനെ ലാസ്റ്റ് ബാത്റൂം തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു പയ്യനെ കാണുകയാണ് ഉണ്ടായത്. അതുകൂടെ ഇപ്പോൾ ദൊരൈസ്വാമിക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്നു. അയാൾ ആ ഒരു പയ്യനെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. കുറേ നേരം കഴിഞ്ഞ് മകളും അതുപോലെ തന്നെ ആ ഒരു പയ്യനും കാല് പിടിച്ചപ്പോൾ അയാളെ വെറുതെ വിടായിരുന്നു. അതിൻ്റെ ഇടയിൽ പോലീസിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാടധികം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത് വലിയ ഇഷ്യൂവും കാര്യങ്ങളൊന്നും ആക്കിയില്ല. തൻ്റെ മകളുടെ ഭാവിയും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ ഒരു പയ്യനെ അയാൾ വെറുതെ വിടുകയായിരുന്നു. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാനായിട്ട് ഹരിത തയ്യാറായിരുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു ശീലം അവസാനിപ്പിക്കാനും ഹരിത തയ്യാറായിരുന്നില്ല. ദൊരൈസ്വാമി എത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും ആൾ ജോലിക്ക് പോയതിന് ശേഷം ആ പയ്യൻ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും ആയിരുന്നില്ല ദൊരൈസ്വാമിയെ കാത്തിരുന്ന ഒരു ഷോക്ക്. ഇതിലും വലിയൊരു ഷോക്കായിരുന്നു ദൊരൈസ്വാമിയെ കാത്തിരുന്നിരുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയൽവാസികൾ പറഞ്ഞിട്ട് ആൾ അറിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ജോലിക്ക് പോയതിന് ശേഷം ഒരാൺകുട്ടിയല്ല 2 ആൺകുട്ടികളിൽ പല സമയത്തായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പല സമയത്ത് ഇതേപോലെ തന്നെ 2 പേര് മാറി മാറി വരുന്നുണ്ട്, മണിക്കൂറുകൾ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം തിരിച്ചു പോവുകയാണ്, നിങ്ങളുടെ മകളുടെ പോക്കത്ര ശരിയില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നെയ്ബേഴ്സിൻ്റെ അടുത്ത് നിന്നും ആൾ കേൾക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ആൾ തൻ്റെ മകളെ വിളിച്ചിങ്ങേറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുകയാണ്. മകളിത് നിഷേധിച്ചു. അവസാനം മകളുടെ ഫോൺ പിടിച്ചു വാങ്ങി. അതിനുശേഷം ആൾ അതിൻ്റെ ഉള്ളിലുള്ള ചാറ്റും കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് തൻ്റെ മകള് പാരലലായിട്ട് 2 പേരെ പ്രണയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പേരുമായിട്ട് ഒരു ഫിസിക്കൽ റിലേഷനിലും കൂടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആൾ മനസ്സിലാക്കുകയാണ്. ഇതുകൂടെ ഇപ്പോൾ ദൊരൈസ്വാമി ആകപ്പാടെ തകർന്നു പോവുകയാണ്. തൻ്റെ മകളുടെ പോക്ക് വല്ലാത്തൊരു പോക്കാണെന്നും വഴിതെറ്റിപ്പോയെന്നും ഇനി എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആളിങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ സാധാരണ ഒരു അച്ഛൻ ചിന്തിക്കുന്ന അതേ റൂട്ടിലൂടെ തന്നെയായിരുന്നു ആളും ചിന്തിച്ചത്. അതായത് തൻ്റെ മകൾക്ക് ഒരു വിവാഹം കഴിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ കഴിയും, അതിനുശേഷം നല്ല രീതിയിൽ സമാധാനപരമായിട്ട് ജീവിച്ചുകൊള്ളും, ഇനി അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും പോകില്ല എന്നുള്ളൊരു രീതിയിൽ ആൾ ചിന്തിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ആ കുട്ടിക്ക് കല്യാണാലോചനകളും മറ്റുമൊക്കെ ആൾ നോക്കാനായിട്ട് തുടങ്ങി. റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ഹരിതക്ക് കല്യാണം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പല ആലോചനകൾ വന്നു തുടങ്ങി. പലപ്പോഴും അച്ഛൻ പല പയ്യന്മാരുടെ ഫോട്ടോസും കാര്യങ്ങളും കൊണ്ട് ഈ ഹരിതയുടെ അടുത്ത് പോകാറുണ്ടായിരുന്നു. എന്നാൽ ഹരിത കാണുന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇവർ 2 പേരും പ്രശ്നം ഉണ്ടാക്കുന്നത് പതിവായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഏകദേശം കഴിഞ്ഞ 4 മാസങ്ങളായിട്ട് ഈ ഒരു അടി പതിവായിരുന്നു. അങ്ങനെ ഇരിക്കെ ജൂൺ 14, 2024 ഒരു വെളുപ്പിന് ടൈമിൽ ഇവരുടെ വീട്ടിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒച്ച കേൾക്കുകയാണ് നൈബേഴ്സ്. ഹരിതയുടെ ഒച്ചയായിരുന്നു അത്. അപ്പോൾ എന്താണാവോ പ്രശ്നം, എന്തൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നൈബേഴ്സ് ഓടിക്കൂടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലത്തെ ഡോറും കാര്യങ്ങളും ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അവർ ഇതേപോലെ തന്നെ വീടിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ വീട്ടിൽ ബ്ലഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബെഡ്റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെല്ലോ ദൊരൈസ്വാമി ആള് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആളുകളെ കണ്ടത്. ഇത് കണ്ട് അവരാകപ്പാടെ ഞെട്ടിപ്പോവുകയാണ്. ഹരിതയെ നോക്കുമ്പോൾ ഹാളിലിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഒരു ചപ്പാത്തി കട്ടിയും അതുപോലെ തന്നെ ഒരു ഇരുമ്പ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലും ബ്ലഡ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാർ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസുകാർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടെത്തി ആംബുലൻസും കാര്യങ്ങളും വന്നു. ആളെ നേരെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഹോസ്പിറ്റലിലെത്തി ഡോക്ടർമാർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഓൾറെഡി ഇയാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതിനുശേഷം ബോഡി ഈ ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ് പോലീസുകാർ ചെയ്തത്. അപ്പോഴത്തേനും ഈ ഒരു ഹരിതയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പോലീസുകാർ അങ്ങനെ ഹരിതയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരംഭിക്കുകയാണ്. അന്ന് രാത്രി എന്താണ് സംഭവിച്ചത്, അതുപോലെ തന്നെ ആരാണ് അങ്ങോട്ട് വന്നത്, നിങ്ങളുടെ അച്ഛന് എന്താണ് സംഭവിച്ചത്, എന്തൊക്കെയായിരുന്നു അവിടെ നടന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ പോലീസുകാർ ചോദിക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ വീട്ടിൽ നിന്ന് തെളിവുകളും മറ്റൊക്കെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ആ ചപ്പാത്തി കട്ടിയും അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ വടിയൊക്കെ ഫോറൻസിക് ലാബിലോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സംഭവം എന്തായിരുന്നു എന്നുള്ളത് ഹരിതയോട് ചോദിച്ചപ്പോൾ ഹരിത ആദ്യം പറഞ്ഞൊരു മറുപടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ മുകളിൽ നിന്ന് താഴോട്ട് വീണ് അതുപോലെ തന്നെ തലക്കടി കിട്ടി മരിച്ചു പോയതാണെന്നുള്ളൊരു തരത്തിലായിരുന്നു. എന്നാൽ പോലീസിന് അത് അത്ര വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു കഥയായിട്ട് തോന്നിയില്ല. കാരണം തലയിൽ ശക്തമായ എന്തോ അടി കിട്ടിയിട്ടാണ് ആൾ മരിച്ചിട്ടുള്ളത്. ജസ്റ്റ് മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. അതും മൾട്ടിപ്പിൾ ആയിട്ടുള്ള അടി കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോലീസുകാർ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴാണ് പോലീസുകാർ പോലും ഞെട്ടിപ്പോകുന്ന മറ്റൊരു കഥ ഈ പെൺകുട്ടി പറഞ്ഞത്. അന്നേ ദിവസം വെളുപ്പിനൊരു 3:30 സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ തൻ്റെ ദേഹത്ത് ആരോ തൊടുന്നതായിട്ട് ഹരിതക്ക് തോന്നുകയാണ്. ഹരിത അങ്ങനെ കണ്ണ് തുറന്ന് ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ അച്ഛൻ അടുത്തിരിക്കുകയായിരുന്നു. അച്ഛൻ തന്നെ വേറൊരു രീതിയിൽ തൊടുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ തനിക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്നെന്നും അച്ഛനോട് പുറത്തോട്ട് പോകാനായിട്ട് പറഞ്ഞെന്നും പറയുകയുണ്ടായി. എന്നാൽ അച്ഛൻ അതൊന്നും കൂട്ടാക്കിയില്ല. ആ ഒരു പെൺകുട്ടിയെ കടന്നു പിടിക്കാനും റേപ്പ് ചെയ്യാനുമായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തള്ളി മാറ്റി അതിനുശേഷം തനിക്ക് കയ്യിൽ കിട്ടിയ ആ ഒരു ചപ്പാത്തി കട്ടിയും അതുപോലെ തന്നെ ഇരുമ്പ് വടിയും എടുത്ത് അച്ഛൻ്റെ തലയടിച്ച് പൊളിച്ചു എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു പെൺകുട്ടി പറഞ്ഞത്. പിന്നീട് ഇതാദ്യമായിട്ടുണ്ടായ ഒരു സംഭവമല്ല എന്നും അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇത്തരത്തിലുള്ള അനുഭവം തനിക്ക് മുന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതും, എന്നാൽ അന്നത്തെ ദിവസം കുറച്ചധികം ദേഷ്യം കൂടിപ്പോയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തത് എന്നുള്ളൊരു കാര്യം ആ ഒരു പെൺകുട്ടി പോലീസുകാരോട് പറയുകയാണ് ഉണ്ടായത്. പോലീസുകാർ ഇത് കേട്ടിട്ട് അക്ഷരാർത്ഥത്തിൽ ഷോക്കായി പോവുകയാണ്. അവർ പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല. അവരടുത്തതായിട്ട് ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൊരൈസ്വാമിയെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. ആളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, അതുപോലെ തന്നെ ആൾ വർക്ക് ചെയ്തിരുന്ന സ്കൂളുകളിൽ, അതുപോലെ തന്നെ റിലേറ്റീവ്സിൻ്റെ അടുത്ത്, നൈബേഴ്സിൻ്റെ അടുത്ത്, എല്ലാവരുടെ അടുത്തും അന്വേഷിച്ചപ്പോൾ അയാൾ വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു എന്നും അതുപോലെ തന്നെ പെൺവിഷയങ്ങളിൽ കാര്യങ്ങളിലൊന്നും അങ്ങനെ വീക്കായിട്ടുള്ള ഒരാളായിരുന്നില്ല എന്നുള്ളതുകൊണ്ട്, അതുപോലെ തന്നെ ആൾ വളരെ വലിയൊരു അതായത് ഫാമിലിയോട് അത്രയും സ്നേഹമുള്ള ഒരാളായിരുന്നു. അതായത് നല്ലൊരു ഫാമിലി മാൻ ആയിരുന്നു. അതേപോലെ തന്നെ മകളോട് അത്രത്തോളം സ്നേഹമുള്ള ഒരാളായിരുന്നു. അങ്ങനെയുള്ള രീതിയിലുള്ള വളരെ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക കാര്യങ്ങളാണ് ഈ ആളെക്കുറിച്ച് പോലീസുകാർ അന്വേഷിച്ചപ്പോഴായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ പെൺകുട്ടി എന്തൊക്കെയോ കള്ളം പറയുകയാണെന്നുള്ള കാര്യം പോലീസിന് തീർച്ചയാവുകയാണ്. അങ്ങനെ പോലീസുകാർ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ ഹരിത വീണ്ടും മൊഴിമാറ്റമാണ് ഉണ്ടായത്. അതായത് അവിടെ വീട്ടിലാരും അതിക്രമിച്ച് കയറി, അതിനുശേഷം അച്ഛനെ കൊലപ്പെടുത്തി, അതിനുശേഷം പോയി എന്നുള്ള രീതിയിൽ അവർ പറയുകയാണ്. ഇതുകൂടെ ഇപ്പോൾ പോലീസുകാർക്ക് ഹരിതയുടെ അടുത്തുള്ള വിശ്വാസം എല്ലാം പോയി. അതിനുശേഷം ലേഡി പോലീസുകാരും അതുപോലെ തന്നെ നല്ല രീതിയിൽ പോലീസ് മുറയിൽ ഈ പെൺകുട്ടിയുടെ അടുത്ത് ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അവർ വേറൊരു സ്റ്റോറിയാണ് പറഞ്ഞത്. അതായത് വെളുപ്പിന് ഏകദേശം 4 മണിയായിട്ടുണ്ടാവും. ആ ഒരു ടൈമിലാണ് ഉറങ്ങിക്കിടക്കുന്ന അച്ഛനെ ഞാൻ ചെന്ന് ചപ്പാത്തി കട്ടിയും അതുപോലെ തന്നെ ഇരുമ്പ് പൊടിയെടുത്ത് അടിച്ച് കൊലപ്പെടുത്തിയെന്നുള്ള രീതിയിലായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞത്. അതെ, താൻ തന്നെയാണ് അച്ഛനെ കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പോൾ പോലീസുകാർ ചോദിച്ചു എന്തിനാണത് ചെയ്തതെന്ന്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 പയ്യന്മാർ ഇഷ്ടമായിരുന്നു, അവർ രണ്ടുപേരായിട്ട് ഞാൻ നല്ല ബന്ധത്തിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് കല്യാണം കഴിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോകാനൊട്ടും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ അച്ഛൻ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. സ്ഥിരമായിട്ട് എന്നെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവസാനം എനിക്ക് വീർപ്പ് മുട്ടി എങ്ങനെയെങ്കിലും ആ ഒരു വീർപ്പൊട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് പോകണം, എനിക്ക് കല്യാണം കഴിക്കേണ്ട. അച്ഛനാണെന്നുണ്ടെങ്കിൽ അതിന് സമ്മതിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തടയായിട്ട് നിൽക്കുന്നത് അച്ഛൻ മാത്രമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛനെ ഇല്ലാതാക്കണം എന്നുള്ളൊരു ചിന്ത ഉള്ളിൽ വന്നിട്ടാണ് താൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതെന്ന് ഹരിത പോലീസിൻ്റെ അടുത്ത് പറയുകയാണ് ഉണ്ടായത്. അതായത് തൻ്റെ സന്തോഷത്തിന് അച്ഛനെതിരാണ് എന്നുള്ളൊരു കാര്യം കൊണ്ട് സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തി എന്നുള്ള രീതിയിലായിരുന്നു ഈ പെൺകുട്ടി പറഞ്ഞത്.
അപ്പോൾ ഇത് ഈ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ചെയ്താണോ വല്ല ഹെൽപ്പ് പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു ആംഗിളിൽ പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ 2 ബോയ് ഫ്രണ്ട്സിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അതിനുശേഷം ഇവർക്ക് അതുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ഉണ്ടോ എന്നുള്ളത് പോലീസിന് ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാലും അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു കേസിൽ ഇതുവരെയൊക്കെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഹരിതയ്ക്ക് എത്തരത്തിലുള്ള ഒരു ശിക്ഷ കിട്ടുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ വേറെ എന്തെങ്കിലും പ്ലാനുകളും മറ്റും ഉണ്ടായിരുന്നതായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ഒറ്റയ്ക്കല്ല, വേറെ ആരെങ്കിലുടെയും ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ തോന്നലുകളും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.